കഴക്കൂട്ടത്ത് മുരളീധരൻ മുരളീധരൻ ലീഡ് 177. മുരളീധരൻ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ രണ്ടാം സ്ഥാനത്ത്. തീർച്ചയായും കഴക്കൂട്ടത്ത് മുരളീധരൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ 7 റൗണ്ടുകൾ 7ാം റൗണ്ട് എണ്ണുമ്പോൾ മുരളീധരൻ 1ാം സ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞ് നാവ് വായിട്ടില്ല. ഇതാ സംഭവിച്ചിരിക്കുന്നു. ഇനി വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി വരുന്ന മേഖലകൾ ഒടുവിൽ മെഡിക്കൽ കോളേജ്, കണ്ണമ്മൂല, കുമാരപുരം എത്തുമ്പോൾ BJPക്ക് കൃത്യമായി വോട്ട് ഷെയറുള്ള മേഖലകളാണ്. ആദ്യം ഞാണ്ടൂർക്കോണം മുതൽ പൗടിക്കോണം, കഴക്കൂട്ടം മേഖലകളിലാണ് എണ്ണിയെങ്കിൽ അതൊക്കെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെയൊക്കെ ഇഞ്ചോടിഞ്ച് ടൈറ്റ് ഫൈറ്റിൽ പിടിച്ചു നിന്നു മുരളീധരൻ. ഇതാ മുരളീധരൻ ക്രമേണ തൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ നിയമസഭയിലേക്ക് നടന്നു കയറുന്ന ആദ്യത്തെ NDA BJP സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു എതിരാളി കൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ 7 റൗണ്ട് പിന്നിട്ടിരിക്കുകയാണ്. രഞ്ജിത്തേട്ടാ, തിരുവനന്തപുരം സെൻട്രൽ കൂടി മണ്ഡലം ഇപ്പോൾ 7 റൗണ്ട് പിന്നിടുമ്പോൾ കരമന ജയൻ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 7 റൗണ്ട് എന്ന് പറയുമ്പോൾ രഞ്ജിത്തേട്ടാ ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കൊച്ചുവേളി, വെട്ടുകാട്, പാൽക്കുളങ്ങര, ചാക്ക, ശംഖുമുഖം, വള്ളക്കടവ്, പാൽക്കുളങ്ങര, പെരുന്താനി, ഇഞ്ചക്കൽ, പള്ളിമുക്ക്, വഞ്ചിയൂര്, ഇത്രയും മേഖലകളാണ് കഴിഞ്ഞത്. ഇനി വരാൻ പോകുന്നത് ഫോർട്ടുണ്ട്, പാളയമുണ്ട്, വഴുതക്കാടുണ്ട്, ജഗതിയുണ്ട്, മേട്ടുകട, തൈക്കാട്, ചാല, പൂജപ്പുരയുടെ ഒരു ഭാഗം, ആരിശാല, അട്ടക്കുളങ്ങര, കുര്യാത്തി, വലിയതുറ, ശ്രീവരാഹം, ഭീമാപ്പള്ളിയും പൂന്തുറയും ഒക്കെ അവസാന റൗണ്ടിലേക്ക്. എങ്ങനെ പ്രതീക്ഷിക്കാം രഞ്ജിത്തേട്ടാ? ജോണും കരമന ജയനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമുക്കറിയാം കരമന ജയന്റെ ഒരു വ്യക്തിപ്രഭാവം, രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങളുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അല്പം താമസിച്ചാണെങ്കിലും അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ ആ മണ്ഡലത്തെ തകർത്ത് കയ്യിലെടുക്കാൻ, ആ മണ്ഡലത്തിൽ തകർപ്പൻ പ്രചരണം നടത്താൻ കരമന ജയന് കഴിഞ്ഞിരിക്കുന്നു. ജാതിക്കപ്പുറം, മതത്തിനപ്പുറം വലിയ ബന്ധങ്ങളുള്ള ഒരു നേതാവ്, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധമുള്ള നേതാവ് ആ കരമന ജയൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുകയാണ്. നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം എണ്ണിയ മണ്ഡലങ്ങളൊന്നും തന്നെ BJPക്ക് അതിശക്തമായ സ്വാധീനമുള്ള മേഖലകളല്ല. ഇനി എണ്ണാനിരിക്കുന്ന മേഖലകളിൽ BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലകളുണ്ട്. ജഗതി എണ്ണാനുണ്ട്, അതുപോലെ തന്നെ ആ മേഖല, ടൗൺ മേഖലകൾ എണ്ണാനുണ്ട്. അതിനുശേഷമായിരിക്കും പിന്നീട് തീരദേശ മേഖല വരുന്നത്. എന്തായാലും ഈ പോക്ക് പോവുകയാണെങ്കിൽ കരമന ജയനും ലീഡ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം സെൻട്രലിൽ നൽകാൻ കഴിയുന്നത്. അനിലേട്ടാ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, മഞ്ചേശ്വരത്തെ CPM വോട്ടുകൾ എവിടെ പോയി? ഇപ്പോഴും ചോദ്യമുണ്ട്. ഇന്ത്യ മുന്നണിയാണല്ലോ, അത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ശ്യാം, പാലക്കാടേക്ക് പോവാം. പാലക്കാട് 6 റൗണ്ട് പൂർത്തിയാവുമ്പോൾ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 1525 വോട്ടുകൾക്ക് മുന്നിലാണ്. നഗരസഭയിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. ഇനി എണ്ണാനുള്ളത് UDF ഭരിക്കുന്ന പിരായിരി, മാത്തൂർ പഞ്ചായത്തുകൾ, അതുപോലെ LDF ഭരിക്കുന്ന കണ്ണാടി പഞ്ചായത്താണ്. ഞാൻ പോവാ കേട്ടോ, ഞാൻ ബംഗാളിലേക്ക് പോവാ. 192 സീറ്റുകൾ, 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP. പാലക്കാട് ഇപ്പോ 1500-ൽ പരം വോട്ടുകൾക്ക് രമേശ് പിഷാരടി ലീഡ് ചെയ്യുകയാണ്. ഇനി പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം UDF ഭരിക്കുന്ന 2 പഞ്ചായത്തുകൾ, LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. സ്വാഭാവികമായി ആ കോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചോ എന്ന് നമുക്ക് വരുന്ന മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും UDFന് അനുകൂലമായിട്ടുള്ള പ്രതീക്ഷാ നിർഭരമായ ഒരു വാർത്തയുണ്ട്. ചാത്തന്നൂരിൽ BB ഗോപകുമാർ ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ 663 വോട്ടുകളുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ തൊട്ട് മുന്നിലുള്ള 3 സ്ഥാനാർത്ഥികളും മാറി മാറി ലീഡ് ചെയ്യുന്നു. എന്തായാലും ഗംഭീര ഫൈറ്റ്, ഒന്നും പറയാനില്ല. ഞാനൊന്ന് ബംഗാളിലേക്ക് പോട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 190ലേക്ക് കടക്കുകയാണ് ബംഗാളിൽ BJP. ഡബിൾ സെഞ്ചുറി അടിച്ചേക്കാം. കാരണം അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചൊരു സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ഇതാ BJP 3-2 ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മമത ഇപ്പോഴും പുറകിലാണ് കേട്ടോ. ഭവാനിപ്പൂരിൽ മമത ഇപ്പോഴും പുറകിലാണ്. നന്ദിഗ്രാമിൽ തോറ്റ്, സർക്കാർ ജയിച്ചെങ്കിലും നന്ദിഗ്രാമിൽ മമത കഴിഞ്ഞ പ്രാവശ്യം തോറ്റിരുന്നു. അങ്ങനെ ഓടിയെത്തി സുരക്ഷിതമായ മണ്ഡലമായി ഭവാനിപ്പൂരിനെ കണ്ടു. പക്ഷേ ഇപ്പോഴിതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭവാനിപ്പൂരിൽ ഓടി വന്ന് പിന്നാലെ ഓടിയെത്തിയ സുവേന്ദു അധികാരി അവിടെയും മമതയെ തറ പറ്റിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ഈ കർമ്മ എന്ന് പറയുന്നത്, അതാണ് നമ്മള് പശ്ചിമ ബംഗാളിൽ കണ്ടത്, അതുപോലെ തമിഴ്നാട്ടിൽ കണ്ടത് അല്ലേ. എന്തൊരു അഹങ്കാരമായിരുന്നു കേരളത്തിലും. എന്തൊരു അഹങ്കാരമായിരുന്നു അച്ഛനും മകനും. കാരണം സനാതന ധർമ്മത്തെയൊക്കെ
പിന്നെ തീർത്തും ഡെങ്കു മലേറിയ പോലെ ഒരു ഉളുപ്പില്ലാണ്ട് അതെ വിമർശിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്. 100%. അത് മാത്രമല്ല അവര് വലിയ ഒരു വിജയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ആ വിജയിയെ ഒന്നുമല്ല എന്നാണ് ഇവർ കണ്ടിരുന്നത്. കളക്കൂട്ടത്ത് ഇതാ ലീഡ് വരുന്നു. രഞ്ജിത്തേട്ടാ ഒന്ന് ഉഷാറാവും. രഞ്ജിത്തേട്ടാ തീർച്ചയായും കഴക്കൂട്ടത്ത് ലീഡ് നേരത്തെ തന്നെ വന്നതാണ്. കഴക്കൂട്ടത്ത് ലീഡ് അല്പം കുറഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ 100 സംതിങ്ങിൽ നിന്ന് കൂടിക്കോളും രഞ്ജിത്തെ, കുഴപ്പമില്ല, കൂടിക്കോളും വരുന്ന സമയങ്ങൾ കൂടിക്കോളും തീർച്ചയായിട്ടും. വി മുരളീധരൻ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഏറ്റവും ശക്തമായ അടിത്തട്ടിൽ ബന്ധമുള്ള ഒരു നേതാവാണ്. NDAയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൊണ്ടുപോകാൻ കഴിയുന്നത് നേതാണ്. ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോൾ 3 ലക്ഷം വോട്ട് താൻ സമാഹരിക്കുമെന്ന് വി മുരളീധരൻ പറഞ്ഞപ്പോൾ പരിഹസിച്ച് തള്ളിയവരുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലെ 1,67,000 അധികം വോട്ട് മാത്രമായിരുന്നു. അവിടെ 2,93,000 വോട്ട് BJPക്ക് ഒരു കാലത്ത് 2000-ഓ 10,000-ഓ വോട്ട് തികച്ചെടുക്കാനില്ലാത്ത മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷ കൈവിടുന്നില്ല. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയിക്കും. നിയമസഭയിലേക്ക് വി മുരളീധരൻ വലത് കാലെടുത്ത് വെച്ച് കയറുന്ന കാഴ്ച നമ്മൾ കാണുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി, ഈ പാർട്ടി വിട്ടവർ, കലഹിച്ച് പാർട്ടി വിട്ട 3 പേരും വ്യക്തമായി തന്നെ മുന്നേറുന്നുണ്ട്. ഈ കുഞ്ഞികൃഷ്ണനായാലും ഗോവിന്ദനായാലും ജി സുധാകരനായാലും. പക്ഷെ ഒരാൾക്ക് മാത്രം കാലിടറി, മലമ്പുഴയിൽ സുരേഷിന് കാലിടറി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മലമ്പുഴയിൽ സുരേഷ് VS അച്യുതാനന്ദന്റെ ഒരു നിഴലായി നടന്നു എന്നുള്ളതാണ്. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതേ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൂടെയാണ് നടന്നതെങ്കിലും സുരേഷ് അങ്ങനെ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയതാണല്ലോ. സുരേഷിന് അനുകൂലമായിട്ട് എന്തെങ്കിലും കാണാൻ സാധിച്ചിട്ടേ ഇല്ല. അത് മാത്രമല്ല, എത്രയോ നാൾ പ്രവാസ ജീവിതവും നയിക്കേണ്ടി മാറി നിൽക്കുകയാണ്. പക്ഷേ വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് പലരും പറഞ്ഞത്. പക്ഷേ അതല്ലല്ലോ ഇതിന്റെ മാനദണ്ഡം. കണ്ണൂർ ജില്ലയിൽ പല CPM സ്ഥാനാർത്ഥികളുടെയും ലീഡ് കുറയുന്നുണ്ട്. വിനീഷിലേക്ക് ഒന്ന് വേഗത്തിൽ പോകാം. വിനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കഴക്കൂട്ടം നിയമം. തീർച്ചയായിട്ടും കഴക്കൂട്ടത്ത് ഇപ്പോൾ വി മുരളീധരൻ ലീഡ് ഉയർത്തുകയാണ്. ഇനി BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കുള്ള ചില വാർഡുകളുണ്ട്. ആ വാർഡുകളുടെ എണ്ണലിലേക്കാണ് ഇനി കടക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം പോലുള്ള പൗണ്ട് കടവ്, നാലാഞ്ചിറ ഉൾപ്പെടെയുള്ള വാർഡുകളിലേക്കൊക്കെ ഇനി കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ത്രികോണ മത്സരം കഴക്കൂട്ടത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഫൈറ്റ് നടക്കുന്നത് LDFും ഒപ്പം തന്നെ NDAയുമായാണ്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം തന്നെ വി മുരളീധരനുമായിട്ടുള്ള ഒരു ഫൈറ്റാണ്. വി മുരളീധരൻ 8 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ലീഡിലേക്ക് കുതിച്ചു കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ തോതിൽ ലീഡ് ഉയർത്തിയില്ലെങ്കിൽ പോലും ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റാണ് കഴക്കൂട്ടത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ നിയമത്തേക്ക് നമുക്ക് ഒരു നോട്ടം കൂടി നോക്കുകയാണെങ്കിൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം BJP ഒരു ചെറിയ തോതിലെങ്കിലും സേഫിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഇതേ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഇത്തരം റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ, പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരനെ കഴിഞ്ഞ തവണ ലീഡ് ഉണ്ടാക്കാൻ സാധിച്ചത് വെറും 2000-ഓളം വോട്ടിനാണ്. അവിടെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ 4500-ലധികം വോട്ടുകളുടെ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതേസമയം തന്നെ ഇനി 4ഓളം വാർഡുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയായ 4ഓളം വാർഡുകൾ ഇനി എണ്ണാനുണ്ട്. അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും BJPയുടെ മേഖലയാണ്, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഒരു പരിധിവരെ നേമത്ത് BJP സേഫ് സോണിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനിയുള്ള ഘട്ടങ്ങൾ രാജീവ്ജിയെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമുക്ക് കാത്തിരിക്കാം. 4,688 വോട്ട്. 7 റൗണ്ട് പിന്നിടുമ്പോഴാണ് രഞ്ജിത്തേട്ട ആഡം ചെയ്യണ്ടോ? 7ാമത്തെ റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് 4,688-ലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് വർദ്ധിച്ചായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. 7ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഇത് എത്രത്തോളം വർദ്ധിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ എത്ര റൗണ്ട് കൂടി ഉണ്ട് ഇനി എണ്ണാൻ? ഇതിൽ 7ാമത്തെ റൗണ്ടാണ് ഇപ്പോൾ. 17 റൗണ്ടാണുള്ളത്. 17 റൗണ്ടിൽ പകുതി പോലും ആയില്ല. 7ാമത്തെ റൗണ്ടാണ്. 10 റൗണ്ട് ഇനിയുമുണ്ട്. ഓക്കെ, ചാത്തന്നൂരിൽ 7 റൗണ്ട് പൂർത്തിയായി. 7ാം റൗണ്ടിൽ BJP മുന്നേറ്റം. LDF ലീഡ് നില കുറഞ്ഞു. 663 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. UDF സ്ഥാനാർത്ഥി സൂരജ് രവി 3ാം സ്ഥാനത്ത് തുടരുകയാണ്. ശ്യാം, അപ്പോൾ BB ഗോപകുമാർ തുടക്കം മുതലേ
അദ്ദേഹം നിലനിർത്തിയിരുന്ന ആ മേൽക്കൈ അതിതാ ഇപ്പോഴും തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. ഒരു തിരിച്ചു വരവിന് ശ്രമിക്കുകയാണ് ചാത്തന്നൂർ മണ്ഡലത്തിൽ ബി ഗോപകുമാർ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയ ബി ഗോപകുമാറിന് നല്ലൊരു ചലനം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തുടക്കം മുതൽ നമുക്ക് ഈ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ കാണാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ കാസർഗോഡ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ML അശ്വിനിയുടെ ഒരു മുന്നേറ്റം എത്രത്തോളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വേഗത്തിൽ വിലയിരുത്തേണ്ടി വരും. പക്ഷേ മഞ്ചേശ്വരത്തിൽ ഇപ്പോൾ നിലവിലെ സാധ്യത പ്രകാരം 10,000-ലധികം വോട്ടുകൾ, ഞാൻ മനസ്സിലാക്കുന്ന 15,000-ലധികം വോട്ടിന്റെ ഒരു നിർണായകമായ ലീഡ് ഇപ്പോൾ നിലവിൽ AK അഷ്റഫിനുണ്ട്. സ്വാഭാവികമായിട്ട് അതിന് പല ഘടകങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്നായി അറിയാം.